വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശൂരിലെ പൗരന്മാർ, ജനങ്ങൾ, വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം അത് ഹൃദയത്തിൽ ചാലിച്ച് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ്. എതിരായി മത്സരിച്ച മുരളീധരൻ താമസിക്കുന്ന ബൂത്തിലും സുനിൽകുമാർ താമസിക്കുന്ന ബൂത്തിലും വൻ ഭൂരിപക്ഷം ലീഡ് നേടിയിട്ടാണ് സുരേഷ് ഗോപിയിലുള്ള വിരട്ടലും ഭീഷണിയൊന്നും തൃശ്ശൂരിൽ വേണ്ട, അത് നടപ്പില്ല എന്ന് പറയാൻ കൂടിയുമാണ് ഈ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരായി പലതരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ നടന്നിട്ടുണ്ട്. അദ്ദേഹം സിനിമാ താരമാണ്, രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല, തലകുത്തി പറഞ്ഞാലും ജയിക്കില്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും സെറ്റിലേക്ക് പോവാം. പറഞ്ഞത് മുഖ്യമന്ത്രി അടക്കമാണ്, വേറെ ഏതെങ്കിലും കൂടെ രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കം. ഇവിടെ താമരവില്ല, ഇത് ബാലികേറ മലയാണ്. നിങ്ങളെ നിയമത്തെ അക്കൗണ്ട് ഞങ്ങൾ കൂട്ടിച്ചു, ഇനി ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് തുറക്കാൻ കഴിയില്ല സർ. ആ ചാലഞ്ച് എല്ലാം ഏറ്റെടുത്താണ് ഞങ്ങൾ സുരേഷ് ഗോപിയെ മത്സരിപ്പിച്ച് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ ജയിച്ചിട്ടുള്ളത്. അതൊരു തുടക്കം മാത്രമാണ്, ഒരു താമരയാണ് വരുന്നിട്ടുള്ളത്. നിങ്ങൾ ഇനി കുറെ അധ്വാനിക്കേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾ കുറെ അധികം അധ്വാനിക്കേണ്ടി വരും. നിങ്ങൾ അധ്വാനിച്ചോളൂ, ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ മിസ്റ്റർ പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം, നിയമാനുസൃതം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ അവകാശത്തിന്റെ ഭാഗമായി തൃശ്ശൂരിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലാണ് നിങ്ങൾ കരിയോലൊഴിച്ചത്. അതങ്ങനെ എളുപ്പത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല, തള്ളിക്കളയാൻ കഴിയുന്ന ഒരു വിഷയമല്ല. സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ നടന്ന അതിക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തയ്യാറാവണം. ശക്തമായ പോലീസ് നടപടി ആവശ്യമുണ്ട്. എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലും അതിന്റെ വിഷ്വൽസ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഊച്ചാളി സഖാവ് കമ്മിയല്ലാതെ ചെയ്തിരിക്കുന്നു, ഉന്നതനായ ഒരു CPM നേതാവാണ്. അദ്ദേഹത്തിനെതിരെ നിലവിലുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ശക്തമായ നിയമ നടപടിയെടുത്ത് മുന്നോട്ട് പോവാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ ഈ ചുണക്കുട്ടികൾ ഇവിടെ മാത്രമല്ല, ക്ലിഫ് ഹൗസിൽ കയറി കരിയോയിലായി അടിക്കാനും ഇത് ഉത്തരവാദിത്വ ബോധമില്ലാതെ ഒരാൾ സംസാരിക്കുന്നതല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLA-മാരുടെ ഓഫീസിലും MP-മാരുടെ ഓഫീസിലും ഇതിന് പകരം ഞങ്ങൾ കരിയോയിലല്ല, അതിനപ്പുറം അടിക്കേണ്ടതാണ്. ഞങ്ങൾ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്. കരിയോയിൽ അടിച്ചപ്പോൾ ഞങ്ങൾ ഇപ്പൊ തിരിച്ച് കരിയോയിൽ അടിച്ചിട്ടില്ല. കരിയോയിൽ ഇല്ലാത്തത് കൊണ്ടല്ല, കന്നാസ് ഇല്ലാത്തത് കൊണ്ടല്ല, അതിന് പേറ്റുപിടിക്കാൻ ലക്ഷങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ടല്ല. ഞങ്ങൾ മര്യാദയുടെ ഭാഷയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ശക്തമായ നടപടി വേണം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ജസ്റ്റിൻ ജേക്കബിനെയും ബാബുവിനെയും നിരവധി സഹപ്രവർത്തകന്മാരെയും ഒരു കാര്യവുമില്ലാതെയാണ് പോലീസ് തല്ലിയിരിക്കുന്നത്. ലാത്തി ചാർജിന് മുമ്പ് വെള്ളം ചീറ്റാം, നിങ്ങൾക്ക് വാതകം ഉപയോഗിക്കാം, ടിയർ ഗ്യാസ് പൊട്ടിക്കാം, ലാത്തി ചാർജ് ഓർഡർ ചെയ്യാം. അങ്ങനെയാണ് ആളുകളെ പിരിച്ചുവിടുന്നത്. പിരിച്ചുവിടാണ്ടൊക്കെ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ജസ്റ്റിൻ ജേക്കബിന്റെയും ബാബുവിന്റെയും ഒക്കെ തലയ്ക്ക്, അതും മാരകമായി കൊള്ളുന്ന സ്ഥലത്ത്, മരിച്ചു പോകുന്ന സ്ഥലം, നമ്മുടെ മെഡില ഒബ്ലാങ്കട്ട അവിടെയാണ് അടിച്ചിരിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇന്നലെ ഒരു പ്രകോപനവുമില്ലാതെ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ ശക്തമായ നിയമ നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതും ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെടുന്നു. അതും തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്നലെ പോലീസ് നടപടിക്ക് നേതൃത്വം നൽകി അവന്റെയൊക്കെ വീട്ടിൽ കയറി ഞങ്ങൾ മറുപടി നമ്മുടെ പുലിക്കുട്ടി ശോഭ സംസാരിക്കാനുണ്ട്. ഞാൻ രണ്ടു വാക്കിൽ അവസാനിപ്പിക്കും.
സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ ഇപ്പൊ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എടോ അലവരാധികളെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം അനുസരിച്ചാണ് ഞങ്ങൾ വോട്ട് ചേർത്തിട്ടുള്ളത്. എവിടെ വേണമെങ്കിൽ വോട്ട് ചേർക്കാം. 6 മാസം ആ സ്ഥലത്ത് താമസിക്കുന്നു എന്നുള്ള കടലാസ് കയ്യിലുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിലടക്കം പോയിട്ട് വോട്ട് ചേർക്കാം. വടക്കാഞ്ചേരിയിലെ ഒരാള് തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർത്ത് എന്തോ മഹാ അപരാധമായിട്ട് നമ്മളോട് പറയുന്നത്. എന്താ ചേർക്കാൻ പറ്റില്ല? എടാ ഇനിയും ചേർക്കും ഞങ്ങള് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയം മനസ്സിലാക്കി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നവരാണ്. 89 വോട്ടിനും 600 വോട്ടിനും ഒക്കെ തോറ്റ ഞങ്ങളുടെ പാർട്ടി എന്തുകൊണ്ടാണ് തോറ്റതെന്ന് മനസ്സിലാക്കി ശരിയായി പ്രവർത്തിച്ച് ഞങ്ങൾ ജയിക്കുകയാണ്. ഇപ്പോൾ ഒരു സീറ്റിൽ ജയിച്ചു. 2029 ആകുമ്പോൾ ഒരു 5-6 എംപിമാരെ കിട്ടും. 34 ആകുമ്പോഴേക്ക് 20 എംപിമാരെ ഞങ്ങളുടെ സർക്കാർ ഭരിക്കുന്നത് ഞങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ മാതിരി ഭീഷണിയൊന്നും വേണ്ട. വോട്ട് ചേർത്തത് നിയമാനുസൃതമാണ്. സുരേഷ് ഗോപി ചേർത്തതും അദ്ദേഹത്തിന്റെ സഹോദരൻ ചേർത്തതും ഉണ്ണികൃഷ്ണന്മാർ ചേർത്തതും അദ്ദേഹത്തിന്റെ ഡ്രൈവർ ചേർത്തതും ഒരു 500-600 വോട്ട് ചേർത്തിട്ടുണ്ടാവും. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കൊല്ലം മുമ്പ് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇനിയും ചേർക്കും. എനിക്കിപ്പോ ഞാൻ വിചാരിക്കുകയാണ്, എന്റെ കോഴിക്കോട് ജില്ലയിലെ വോട്ട് ഞാൻ മറ്റു മഞ്ചേശ്വരത്ത് ചേർത്തതാണ്, പിന്നെ മാറ്റിയതാണ്. വേണമെങ്കിൽ പൂങ്കുന്നത്ത് വന്ന് എനിക്കും വോട്ട് ചേർക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 6 മാസം ഇവിടെ താമസിക്കണം. ഞങ്ങൾക്ക് വീടുകൂടി താമസിക്കുന്നവരാണ്. നിങ്ങളെപ്പോലെ രമ്യ ഹർമ്യങ്ങളിൽ കഴിയുന്നവരല്ല. പ്രവർത്തകരുടെ കൂടെ എല്ലാറ്റിനും ഉള്ളവരാണ്. അത് ഞങ്ങളോട് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ പോവും. ആലത്തൂർ പോയി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോകും. ഇവിടെ ഗോപാലകൃഷ്ണൻ എന്ന് ആലത്തൂരിലാണ് പ്രവർത്തിച്ചത്, ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ പാർട്ടി എവിടെ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞാലും അവിടെ പോയി പ്രവർത്തിക്കുന്നവരാണ്. 6 മാസം താമസിച്ചു എന്ന് ഉറപ്പുവരുത്തിയാൽ അവിടെ വോട്ട് ചേർക്കും. രാജീവ് ചന്ദ്രശേഖരൻ തൃശ്ശൂരുകാരനാണ്, തിരുവനന്തപുരത്ത് വോട്ടുണ്ട്. ഓ രാജഗോപാൽ പാലക്കാടുകാരനാണ്, തിരുവനന്തപുരത്താണ് വോട്ട്. വി മുരളീധരൻ തലശ്ശേരിക്കാരനാണ്, തിരുവനന്തപുരത്താണ് വോട്ട്. പി.കെ. കൃഷ്ണദാസ് കണ്ണൂർക്കാരനാണ്, കാട്ടക്കടയിലാണ് വോട്ട്. എന്തൊക്കെ സംശയം? ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ചുള്ള നിയമാനുസൃതമായ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നത് 75,000 വോട്ടിന് ജയിച്ചതിന്റെ ചുരുക്കി തീർന്നിട്ടില്ല. ഇപ്പോഴും കലിപ്പ് തീർന്നിട്ടില്ല. വലിയൊരാളുടെ എവിടെ പോകാൻ പോകുന്നില്ലേ? സുരേഷ് ഗോപിയെ തോപ്പിക്കാനായിട്ട് വന്ന ആളാ കിങ്ങിണിക്കുട്ടൻ. കുന്നമ്പാടി ഞാൻ ചലഞ്ച് ചെയ്യുന്നു, വരൂ മറ്റൊരുക്കാവിലേക്ക്. എല്ലാരും പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിയമത്തേക്ക് ഒരിക്കൽ കൂടി വാ. സുനിൽകുമാറിനോട് ഞാൻ പറയുന്നു, വാ. ലോക്സഭ തോറ്റല്ലോ, മത്സരിക്കും തൃശ്ശൂരിൽ. 7 മാസം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞങ്ങൾ മിസ്റ്റർ സുനിൽകുമാർ, നിങ്ങൾ വഴി ധൈര്യമായിട്ട് ഈ തൃശ്ശൂർ നഗരത്തിൽ നിയമസഭാ സീറ്റിലേക്ക് ഞാൻ VS സുനിൽകുമാറിനെ, CPIയുടെ ഏറ്റവും തലമുതിർന്ന നേതാവിനെ ഇവിടെ മത്സരിക്കാൻ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ചിലപ്പോൾ ശോഭയെ നിർത്തും, ചിലപ്പോൾ അനീഷിനെ നിർത്തും, ചിലപ്പോൾ ഗോപാലകൃഷ്ണനെ നിർത്തും, ആരെങ്കിലും നിർത്തും. ഞങ്ങൾ ഏത് സാധാരണ BJP പ്രവർത്തകൻ മത്സരിച്ചാലും തൃശ്ശൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സുനിൽകുമാറിനെ വെല്ലുവിളിക്കും. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മാന്യമായി നടത്തുന്ന ഏർപ്പാട്. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പരാജയം സമ്മതിച്ച് വീണ്ടും ജയിക്കാൻ പ്രവർത്തിക്കണം. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചതിന് പേര് ഹൈക്കോടതിയെ സമീപിക്കണം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ എല്ലാ വോട്ടർമാരെയും ഹിയറിംഗിന് ഹാജരാക്കുന്നുണ്ട്. അവരുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നുണ്ട്. നിങ്ങൾ BLOമാരെ വെച്ചിട്ട് ഒറ്റ BLO ജമ്മം ചെയ്താൽ RSSകാരനോ BJPക്കാരനോ ഒറ്റ BLOമാരെല്ലാം DYFIക്കാരാണ്, CPIക്കാർ CPMകാരാണ്. അപ്പൊ ഈ BLOമാരെ ഞങ്ങളെ സഹായിച്ചോ? നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങളെ സഹായിച്ചോ? NGO യൂണിയൻകാരില്ലാത്ത ഏതെങ്കിലും ഓഫീസ് ഇവിടെ ഉണ്ടോ? ഒന്നുകിൽ സുനിൽകുമാറിനെ തോപ്പിക്കാൻ CPMന്റെ പഞ്ചായത്ത് സെക്രട്ടറിമാരും BLOമാരും ഞങ്ങളെ സഹായിച്ച് കാണണം. ഞങ്ങൾ അവരുടെ സഹായം തേടിയിട്ടില്ല. അതിൽ നിന്നാണ് ഈ ആരോപണമെങ്കിൽ മര്യാദയ്ക്ക് പണിയെടുക്കും സുരേഷ് ഗോപി. എന്താ ജയിച്ചത്? വെറുതെ ജയിച്ചതല്ല. 5 കൊല്ലം മുമ്പ് ഇവിടെ മത്സരിച്ചു, തോറ്റു, ഒരു പരാതിയില്ല. ഇവിടെ തന്നെ നിന്നു, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. MP ചെയ്ത പ്രതാപൻ ചെയ്തതിന്റെ 1000 മടങ്ങ് നല്ല കാര്യങ്ങൾ തൃശ്ശൂർക്കാർക്ക്, കേരളക്കാർക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ്,
സുരേഷ് ഗോപിക്കെതിരെ നിങ്ങൾ എന്തെല്ലാം ഉമ്മാക്കി കാണിച്ചിട്ടുണ്ടോ എല്ലാം പൊളിഞ്ഞ് പാളീസായി പോയി. പൂരം ശരിക്കും നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. 2029 സുരേഷ് ഗോപി, 2034 സുരേഷ് ഗോപി. ഞാൻ നേരത്തെ പറഞ്ഞു, കുറുനരികൾ കുറച്ചുകൊണ്ടേയിരിക്കുക. ഗജവീരൻ നെറ്റിപ്പട്ടം കെട്ടി ഈ പൂരത്തിന്റെ മണ്ണിൽ അങ്ങനെ നിവർന്ന് നിൽക്കും. അതാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 2 കാര്യങ്ങളിൽ മറുപടി വേണം. ഒന്ന്, സുരേഷ് ഗോപിയുടെ ഓഫീസ് അതിക്രമിച്ച് കരിയോല വെച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. 2, ജസ്റ്റിൻ ജേക്കബിനെയും PK ബാബുവിനെയും അടക്കമുള്ള BJP-ക്കാരുടെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് അവർക്കെതിരായ നിയമ നടപടി സ്വീകരിക്കണം. അതിനുവേണ്ടിയുള്ള ആദ്യത്തെ സമരമാണിത്. ഞങ്ങൾ തുടങ്ങിയതൊന്നും ലോജിക്കൽ കൺക്ലൂഷൻ എത്താൻ അവസാനിപ്പിച്ചിട്ടില്ല. നിങ്ങള് കരുവന്നൂരിൽ തുടങ്ങി കണ്ടുകെട്ടിയില്ലേ CPM ജില്ലാ കമ്മിറ്റിയുടെ സ്വത്തുക്കൾ മുഴുവൻ. അതുകൊണ്ട് ഈ സമരം ഞങ്ങൾ പറയുന്നു, ഈ സമരം ന്യായമായിട്ടുള്ള സമരമാണ്. ഇതിന് ഞങ്ങൾക്ക് പരിഹാരം കിട്ടണം. അതിന് നിങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് തെരുവിൽ തന്നെ കാണാം. അവസാനിപ്പിക്കും. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്. ഈ മാർച്ചിനെ, ഈ പ്രതിഷേധ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തൃശൂരിന്റെ പൊന്നോമന പുത്രി, കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന നക്ഷത്രം, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശോഭാ സുരേന്ദ്രനെ ആദരപൂർവ്വം ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ക്ഷണിക്കാം. നമ്മളോടൊപ്പം ഈ സമരത്തിൽ പങ്കെടുക്കുകയും ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട ശ്രീ സുരേന്ദ്രൻ, തൃശൂർ ജില്ലയിൽ നമ്മളോടൊപ്പമുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ അവர்கள், ശ്രീ അനീഷ്, ശ്രീമാൻ നാഗേഷ്, എൻ്റെ ആലപ്പുഴയുടെ മുൻ ജില്ലാ അധ്യക്ഷനും തൃശൂർ ജില്ലയുടെ പ്രഭാരിയുമായിട്ടുള്ള മിസ്റ്റർ ഗോപകുമാർ, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ഹരി ഉൾപ്പെടെ വേദിയിലും ഈ സമരഭൂമിയിലും എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാർ, മാധ്യമ സുഹൃത്തുക്കൾ, ജില്ലയുടെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഞാൻ ഇന്ന് ആലപ്പുഴയിൽ കാവാലത്ത് 2 മാസമായിട്ട് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. ആ പരിപാടിയിൽ ആലപ്പുഴയിലേക്ക് എത്തുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി പറഞ്ഞത് തൃശ്ശൂരിലേക്ക് വരണം. ശ്രീമാൻ സുരേന്ദ്രന് മറ്റൊരു ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി, അതിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അദ്ദേഹത്തെയും ഈ വിവരമറിഞ്ഞ് തൃശ്ശൂരിലേക്ക് പോകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്ന് നട്ടലില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും, ഞങ്ങളൊക്കെ നേതാക്കന്മാരെ പോലെ അങ്ങനെ അഹങ്കരിച്ചു നടക്കുകയല്ല. നിങ്ങള് പോലീസ് ലാത്തിചാർജ് നടത്തിയപ്പോ അവിടെ ടോളിങ് എന്റെ തലയൊക്കെ അടിച്ചു പൊട്ടിച്ച് നമ്മൾ ആശുപത്രിയിൽ കിടന്നു, സർജറി നടത്തി. അന്ന് ഈ നിൽക്കുന്ന ഗോപുവേട്ടന്റെ പുറം അടിച്ചു പൊളിച്ചു, ഞങ്ങൾ സഹിച്ചു. എന്നാൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മണലൂർ മണ്ഡലത്തിലെ അന്നത്തെ സുധീഷ് മേനോത്ത് പറമ്പിലിനെ അടിച്ച് നെറ്റി പൊട്ടിച്ച് ആ ചോര താഴേക്ക് ഒഴുകിയപ്പോഴാണ് ഞാനും ഗോപുവേട്ടനുമൊക്കെ എന്താണെന്ന് ഇവിടുത്തെ അന്നത്തെ പോലീസ് അധികാരികൾക്ക് മനസ്സിലായത്. ഞങ്ങൾ പിന്തിരിഞ്ഞോടിയില്ല, ഞങ്ങൾ അവിടെ വിട്ട് പോയില്ല. ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഈ പോലീസിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നിങ്ങൾ ഈ വെള്ളം ചീറ്റിച്ച്
ഇങ്ങനെയുള്ള നിങ്ങളുടെ ഈ കലാപരിപാടികളൊക്കെ നടക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഞങ്ങൾക്കറിയാം എന്താണ് പോലീസ് എന്ന്. ഈ കാവൽ നിൽക്കുന്ന പോലീസ് അധികാരികളിൽ 60% പോലീസും നരേന്ദ്രമോദിയുടെ പോലീസുകാരാണ്. BJP അനുഭാവികളാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫോൺ വന്നു. എന്താണെന്നറിയോ? പനിയുണ്ടെങ്കിൽ, ചെവിക്ക് കേടുണ്ടെങ്കിൽ മുന്നിലേക്ക് വരണ്ട, ഇവിടെ BJPയെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു പറയാൻ നല്ല 1.5 മോദി ഫാൻ പോലീസുകാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്കുമുണ്ട് കേരളത്തിൽ പോലീസ്. ആ പോലീസ് BJPയുടെ പണിയെടുക്കുന്ന പോലീസല്ല. ആ പോലീസ് കോൺഗ്രസുകാരനും മാർക്സിസ്റ്റുകാരനും BJPക്കാരനും ഒരുപോലെ ന്യായം കൊടുക്കുന്ന മക്കളെ കൊണ്ട് നിവർത്തിയൊക്കെ നിൽക്കും ആണുങ്ങളെ പോലെ. അരിവാട് പോലെ പിണറായി വിജയനെ കാണുമ്പോ നട്ടല് വളച്ച് കാവാത്ത് മറന്ന് കമന്ന് കിടക്കുന്ന പോലീസുകാരുമുണ്ട് ഇവിടെ തൃശൂർ ജില്ലയിൽ. അങ്ങനെയുള്ള പോലീസ് അധികാരി കേൾക്കാൻ പറയുകയാണ്, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പലർക്കും സല്യൂട്ട് അടിപ്പിക്കും. ഒരു മാത്രമല്ല വേണ്ടിവരും. കാരണം കേരളം മാറുകയാണ്, ജില്ലകൾ മാറുകയാണ്. ഇവിടെ ഇപ്പോ രമേശ് ചെന്നിത്തലയുടെ ഭാര്യയ്ക്കും രമേശ് ചെന്നിത്തലയ്ക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ടല്ലോ. എന്റെ മൊബൈൽ നനഞ്ഞതുകൊണ്ട്, ഈ ജലപ്രയോഗം നടത്തിയപ്പോ മൊബൈൽ നനഞ്ഞതുകൊണ്ട് ആ കണക്കിപ്പോ എനിക്കിവിടെ ഏത് ബൂത്ത് ചെന്നിത്തലയും ഹരിപ്പാടും രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ടുണ്ടല്ലോ. രമേശ് ചെന്നിത്തല 2 സ്ഥലത്ത് വോട്ട് ചെയ്തുവെന്ന് ആലപ്പുഴയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ആരോപിച്ചോ? ഇല്ലല്ലോ. 2 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയും സ്റ്റേറ്റിന്റെ തെരഞ്ഞെടുപ്പ് ഇലക്ഷനെ നിയന്ത്രിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആൾക്കാണ് ആണല്ലോ. VD സതീശന് 1 ബൂത്തിലെ വോട്ടുള്ളൂ. VD സതീശന്റെ വോട്ടിന്റെ കണക്ക് പറവൂരിൽ നിന്ന് ഒരു കോൺഗ്രസുകാരനാണ് ഞങ്ങൾക്ക് അയച്ചത്. അത് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വേണം അടുത്ത പ്രസംഗത്തിലെ അത് പറയാൻ സാധിക്കൂ. അത് വെരിഫിക്കേഷൻ ചെയ്യണം, ഉണ്ടോ ഇല്ലയോ പരിശോധിക്കണം. ഞങ്ങൾ ചോദിക്കുന്നത്, നേരത്തെ പറഞ്ഞു കാശ്മീരിൽ മത്സരിക്കാൻ പറഞ്ഞാൽ 370 നമുക്ക് ഇപ്പൊ എടുത്തു പറഞ്ഞു. കാശ്മീരിലാണ് അടുത്ത് സുരേഷ് ഗോപി മത്സരിക്കേണ്ടത് എന്ന് മോദിജി പറഞ്ഞാൽ പുറപ്പെടും പെട്ടിയും പിടിച്ച് ശ്രീമാൻ സുരേഷ് ഗോപി. ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം മുഴുവൻ ഏകകണ്ഠമായി ആവശ്യപ്പെട്ടിട്ടാണ് ഓരോ തെരഞ്ഞെടുപ്പുകളിലും ശ്രീമാൻ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നിട്ടുള്ളത്. ഭാഗ്യമാണെന്ന് കരുതും തൃശൂർക്കാർ അല്ലെ. എത്ര അമ്മമാർക്ക് വീട് വെച്ചു കൊടുത്തു. ഭർത്താവിന് നഷ്ടപ്പെട്ട, ജീവിക്കാൻ ആശ്രയമില്ലാത്ത എത്രയോ അമ്മമാർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇവിടെ സുരേഷ് ഗോപി തയ്യാറായി. മന്ത്രിയായിട്ടല്ല, ജയിപ്പിച്ചിട്ടല്ല, 2 തവണ തോറ്റിട്ടും ഈ തൃശൂർ ജില്ലയിൽ നിന്ന് പ്രവർത്തിച്ച് അതികഠിനമായി പണിയെടുത്ത് സ്വന്തം പൈസ പോക്കറ്റിൽ നിന്നെടുത്ത് ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ച നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള ആ സുരേഷ് ഗോപിയെ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ കരിയോയിൽ പ്രയോഗം നടത്തി. ഒരുത്തൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അത്രേ. എന്താ പരാതി? സുരേഷ് ഗോപിയെ കാണുന്നില്ല. നേരം വെളുത്താൽ എന്ത് ചെയ്യണം? നേരം വെളുത്താൽ മിനിമം ഒരു പേപ്പറെങ്കിലും വായിക്കണം. അത് വായിച്ചാൽ ഏതെങ്കിലും ഒരു ചാനല് കാണാൻ തീരുമാനിച്ചാൽ ഇന്ത്യയിൽ സുരേഷ് ഗോപി ടൂറിസം മിനിസ്റ്റർ എന്നുള്ള രീതിയിലും പെട്രോളിയം മിനിസ്റ്റർ എന്നുള്ള രീതിയിലും രാജ്യവ്യാപകമായി യാത്ര ചെയ്തുകൊണ്ട് പണിയെടുക്കുന്നത് ആ കോൺഗ്രസുകാരനെ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അവൻ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഈ തൃശൂർ പേരൂരിന്റെ മണ്ണിൽ നിന്ന് നിരവധി ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. എവിടെയായിരുന്നു കോൺഗ്രസുകാർ? ആ പെൺകുട്ടികളെ കാണാതായതിന്റെ പേരിൽ ഒരു സമരം നടത്താനോ, അവരാര് തട്ടിക്കൊണ്ടുപോയി എന്ന് പരിശോധിക്കാനോ, അവരെവിടെയാണെന്ന് എന്ന് ചോദിക്കാനോ ഓരോട്ട കോൺഗ്രസുകാരനെയും ഈ തൃശൂരിന്റെ മണ്ണിൽ ഞാനോ നിങ്ങളോ കണ്ടില്ല. ഇപ്പോ പ്രിയങ്ക ഗാന്ധി 2 തവണ ജയിപ്പിച്ചതല്ലേ കേരളത്തിലെ ജനങ്ങൾ? ആദ്യം രാഹുലിനെ ജയിപ്പിച്ചു, പിന്നെ പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചു. 2 ആളെയും ജയിപ്പിച്ചിട്ട് അവിടുത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് 1 കിലോ ഉപ്പിന്റെ ഉപകാരം ഇപ്പോഴത്തെ പ്രിയങ്ക എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവിനെ കൊണ്ടുണ്ടോ? അതല്ലേ ചോദിക്കേണ്ടത്. പ്രിയങ്കയെ കാണാനില്ല എന്നല്ലേ നിങ്ങൾ വയനാട്ടുകാര് കോൺഗ്രസുകാര് പറയേണ്ടത്? അതല്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ എന്താ സംഭവിച്ചതെന്നറിയോ? സാധാരണഗതിയിൽ കണ്ണൂരിലാണ് ജയരാജന്മാരുടെ കളി.
കണ്ണൂരിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുടെ കളി. പിന്നെ തൃശൂരിൽ നിങ്ങൾ കളിച്ച ഗ്രൗണ്ട് കൊടുങ്ങല്ലൂരാണ്. ആ കൊടുങ്ങല്ലൂരിൽ നിങ്ങൾ കളിച്ചു. ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ചോര കുടിക്കാൻ പരിശ്രമിച്ച മാർക്സിസ്റ്റ് പാർട്ടിയോടൊപ്പവും ഭീകരവാദ സംഘടനയോടൊപ്പവും അന്നത്തെ പോലീസ് നിന്നു. നിങ്ങള് ഞങ്ങളുടെ അന്നത്തെ സാധാരണപ്പെട്ട ഒരു നേതാവായിട്ടുള്ള കൊടുങ്ങല്ലൂരിലെ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാത്രമുണ്ടായിരുന്ന ശ്രീകുമാറിനെതിരെ നിരവധി കേസുകൾ നിങ്ങൾ എഴുതി ചേർത്തു. ഇവിടെ നിൽക്കുന്ന പോലീസ് ഏമാന്മാരോട് ഞാൻ പറയുകയാണ്, ഇത് പാർട്ടി BJP ആണ്. എന്താ നിൽക്കുന്നത് കണ്ടോ? ശ്രീകുമാർ ജില്ലയുടെ ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ആ കൊടുങ്ങല്ലൂരിൽ നിങ്ങൾ ജന്മം അവസാനിപ്പിക്കണമെന്ന് തീരുമാനമെടുത്ത എന്റെ സഹോദരൻ ശ്രീകുമാർ എന്ന ജില്ലയുടെ അധ്യക്ഷനായിട്ട് അമരക്കാരനായിട്ടാണ്. പോലീസ് അധികാരികളോട്, നേരത്തെ സൂചിപ്പിച്ച പോലീസുകാരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ ഇതൊന്നും പേടിച്ചിട്ടല്ല. മാന്യമായിട്ട് നിൽക്കണം. കോപം നനഞ്ഞതുപോലെ തലയിൽ ഒരു കെട്ടും കെട്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ചങ്കുണ്ട്. പക്ഷേ ഞാൻ അമ്മമാരോട് പറഞ്ഞു, ഇപ്പൊ എന്താ ഗോവിന്ദ മാഷ് ആഗ്രഹിക്കുന്നത്? ഗോവിന്ദ മാഷ് ആഗ്രഹിക്കുന്നത് തൃശൂർ ജില്ലയിൽ ഒരടി നടക്കണം. ഇവിടെയുള്ള നേതാക്കന്മാർ മുഴുവൻ ആ സംഘടനത്തിൽ പെടണം. അങ്ങനെ ഡിവൈഎഫ്ഐക്കാരന്റെ ഇവരുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് നമ്മൾ പോകണം. അവരതാ വിചാരിച്ചത്. കരിയോയിൽ സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് ബോർഡിൽ ഒഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് പോയി കരിയോയിൽ ഒഴിക്കും എന്നാണ്. അപ്പം മുക്കാൻ മാത്രം ബുദ്ധിയില്ല പിണറായി വിജയനെ കാണുമ്പോ പേടി കൊണ്ട് വിറയ്ക്കുന്ന ഗോവിന്ദ മാഷ് വിചാരിച്ചത് ഞങ്ങൾ എല്ലാവരും കൂടി ബക്കറ്റിലെ കരിയോയിലും വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും, മാർക്സിസ്റ്റുകാർ ഇറങ്ങും, ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരും പ്രവർത്തകരെയും ഒക്കെ അടിക്കും, പോലീസ് വരും, കുറെ അക്രമ സംഭവങ്ങൾ തൃശൂർ ജില്ലയിൽ ഉണ്ടാക്കാം എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത് അല്ലെ? എന്നാൽ ഞങ്ങൾ പഠിച്ച സ്കൂളിലല്ല ഗോവിന്ദൻ മാഷ് പഠിച്ചത്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തികളുടെ ഞങ്ങൾ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബൂത്തുകളിലും വോട്ട് ചേർക്കുന്നതിന്റെ ഭാഗമായി നിതാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ ഇപ്പൊ പറയാണ്, ഒരു സിമന്റ് കച്ചവടം നടത്തുന്ന സുജിത്തേട്ടൻ 1 രൂപ വാടക വാങ്ങിയിട്ടില്ല സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന്. കൊടുക്കാൻ സുരേഷ് ഗോപി ചേട്ടൻ ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല. സുജിത്ത് പറഞ്ഞു, തൃശൂർ ജില്ലയില് BJP ഒന്ന് ജയിച്ച് കാണാൻ വേണ്ടിയിട്ട് 50,000 രൂപ വാടക കിട്ടുന്ന ഒരു വീട് 5 വർഷക്കാലം സൗജന്യമായിട്ട് ഇതാ കിടക്കുന്നു നരേന്ദ്രമോദിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ആ വീട് നൽകിയതാണ് സുജിത്ത്. ആ വീട്ടിൽ 3 നിലയുണ്ട്. ആ 3 നിലകളിൽ കഴിഞ്ഞ കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പാലയിൽ നിന്ന് വന്ന ബിജു ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ ഇവിടെ നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ട്. ആ താമസിച്ച ആളുകളുടെ വോട്ട് അവിടെ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും വലിയ വോട്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആരാണോ മഞ്ചേശ്വരത്ത് ശ്രീമാൻ സുരേന്ദ്രനെ തോൽപ്പിച്ചത്? മഞ്ചേശ്വരത്ത് 89 വോട്ടിന് സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി 15,000 കള്ള വോട്ട് മഞ്ചേശ്വരത്ത് നിങ്ങൾ ചേർത്തു. നിങ്ങൾ ആലപ്പുഴയിൽ ചേർത്തില്ലേ? ആലപ്പുഴയിൽ നിങ്ങൾ ഇഷ്ടം പോലെ കള്ളവോട്ട് ചേർത്തു. 1 ലക്ഷത്തിൽ താഴെ വോട്ടിന്റെ വ്യത്യാസമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മളല്ലേ ഒരുമിച്ച് പോയി പരാതി കൊടുത്തത്? ആരും ചോദിച്ചില്ലല്ലോ. ഒരു പ്രതിപക്ഷവും ഉണ്ടായിരുന്നല്ലോ ഇല്ലല്ലോ അന്ന്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കരിയോയിൽ ഒഴിച്ചവരോട് ഞാൻ പറയുകയാണ്, നിന്റെ തലക്കകത്ത് ആൾതാമസം ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ പേരൂരല്ല നിന്റെ വലിയ നേതാക്കന്മാരുടെ സ്ഥലം. ഏത് സമരസ്ഥലം? അവരുടെ സമരഭൂമി എവിടെയാണെന്ന് അറിയുമോ? പുന്നപ്ര. പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക്, പിന്നെയോ വയലാർ. വയലാറിന്റെ ഭൂമി. അവിടെ തൃശ്ശൂരിൽ നിന്ന് ഞാൻ പോയി, എന്നോട് പാർട്ടി പറഞ്ഞു ആലപ്പുഴയ്ക്ക് പോകാൻ. അവിടെ പുന്നപ്ര തെക്ക് 1ാം സ്ഥാനം BJPക്ക്. താമരച്ചിഹ്നത്തിൽ അനുവാദിക്കുകയിൽ നിന്ന് മുഴുവൻ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടുകളും പുന്നപ്ര തെക്കും പുന്നപ്ര വടക്കും നിന്ന് പുന്നപ്ര പഞ്ചായത്തിൽ 1ാം സ്ഥാനമാണ്. അത് കള്ളവോട്ട് ചേർത്തിട്ടാണോ? തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഞാൻ ആലപ്പുഴയ്ക്ക് പോയതല്ലേ? അപ്പൊ കള്ളവോട്ട് ചേർത്തിട്ടാണോ കമ്മ്യൂണിസ്റ്റുകാരന്റെ വോട്ട് അരുവാട്ടുതിക നക്ഷത്രത്തിൽ നിന്ന് പുന്നപ്ര വടക്കും പുന്നപ്ര തെക്കും നമുക്ക് 1ാം സ്ഥാനം കിട്ടിയത്? ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കും. G. സുധാകരന്റെ വാർഡ് 1
മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ KC വേണുഗോപാല് അല്ലെ, KC വേണുഗോപാലിന്റെ വാർഡ് കൈപ്പത്തിയിൽ വോട്ട് ചെയ്തവരൊക്കെ താമരയിൽ വോട്ട് ചെയ്തു. നമുക്ക് ഒന്നാം സ്ഥാനം. അപ്പൊ അവിടെ കള്ളവോട്ട് ചേർത്തിട്ടാണോ അവിടെ ഒന്നാം സ്ഥാനത്ത് വന്നത്? കണ്ടല്ലൂർ പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത്, ഒന്നാം സ്ഥാനം BJP. ദേവികുളങ്ങര, ചെട്ടിക്കുളങ്ങര, ഇങ്ങനെ വോട്ട് BJPയുടെ പെട്ടിയിലേക്ക് ഒഴുകിയതിന്റെ പേരിലാണ് നിങ്ങൾ കള്ളവോട്ട് ചേർത്തു എന്ന് പറയുന്നതെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞങ്ങൾ തയ്യാർ. കേരളത്തിൽ വീണ്ടും എല്ലാം പിരിച്ചുവിടണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിന് വേണ്ട, മതി, എല്ലാം പിരിച്ചുവിടണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? എല്ലാ പ്രദേശത്തും വീണ്ടും, എല്ലാ പ്രദേശത്തും നമുക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്താം. നിങ്ങളാണ് ഞങ്ങളോട് കളിക്കുന്നത്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പാലക്കാട് എന്നെ തോൽപ്പിച്ചു. ഇപ്പോഴല്ല, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലല്ല, 5 കൊല്ലം മുമ്പ്. ആ തോൽപ്പിച്ചപ്പോഴും 2ാം സ്ഥാനത്ത് വന്നു. കഴക്കൂട്ടം തോൽപ്പിക്കാൻ നോക്കി, അവിടെയും 2ാം സ്ഥാനത്ത് വന്നു. സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് വന്നു. 7 പേരെയാണ് കഴിഞ്ഞ 10 കൊല്ലമായി ഈ കേരളത്തിൽ കേരള നിയമസഭയുടെ പുറത്തു നിർത്തിയിട്ടുള്ളത്. 10 വർഷമായി ഞങ്ങൾ പരാതിപ്പെട്ടില്ല, ഞങ്ങൾ കരഞ്ഞില്ല, ഞങ്ങൾ പേടിച്ചില്ല. ഞങ്ങൾ വീണ്ടും തലയുയർത്തി പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സഹോദരന്മാരായിട്ടുള്ള ചെറുപ്പക്കാരും ഇവിടുത്തെ കാതലായ പ്രവർത്തകന്മാരും സഹോദരിമാരും കൂടി ഞങ്ങൾ വീണ്ടും വീണ്ടും ഗോതയിലിറങ്ങി. 9 തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ് ഞാൻ. 3 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, 6 അസംബ്ലി തെരഞ്ഞെടുപ്പിലും 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, കേരളത്തിലെ ജനങ്ങൾക്ക് ഭാഗ്യമില്ലാതായി പോയി. അതുകൊണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾ പ്രബുദ്ധത കാണിച്ചപ്പോ ശ്രീമാൻ സുരേഷ് ഗോപി ജയിച്ചു. ഒരാൾ 1-ന് 2 തന്നത് ശ്രീമാൻ നരേന്ദ്രമോദി. ജയിപ്പിക്കാത്ത, എലക്ഷനിൽ പോലും മത്സരിക്കാത്ത ശ്രീമാൻ ജോർജ് കുര്യന് തന്നു ഒരു മന്ത്രിസ്ഥാനം. കേരളത്തിലെ ജനങ്ങളെ നോക്കാൻ, ജനങ്ങളെ സംരക്ഷിക്കാൻ ശ്രീമാൻ സദാനന്ദൻ മാസ്റ്ററെ കുറിച്ചാണ് ഇപ്പൊ ജയരാജൻ, വെളുത്ത ജയരാജൻ പറഞ്ഞത്. അവിടെ വെടികൊണ്ട ജയരാജൻ, വെട്ടുകൊണ്ട ജയരാജൻ, അങ്ങനെ 3 ജയരാജന്മാരുണ്ട്. മനസ്സിലായി? അപ്പൊ ഒരു ജയരാജനെ എനിക്ക് കുറച്ച് ഇഷ്ടമാണ്. കാരണം അദ്ദേഹം നരേന്ദ്രമോദിയെ കാണാനെങ്കിലും മനസ്സിൽ തീരുമാനമെടുത്ത് ഡൽഹി വരുന്നതാണ്. ഒരാളെ വിട്ടു, ബാക്കി 2 ജയരാജന്മാർ. അതിലൊരു വെളുത്ത ജയരാജൻ പറഞ്ഞു, എന്ത് സദാനന്ദൻ മാസ്റ്റർ ഞങ്ങളുടെ സഖാക്കന്മാരെ ജയിലിലടച്ചിട്ട് അങ്ങനെ സുഖമായിട്ട് നടക്കാമെന്ന് കരുതണ്ട എന്നാണ് മിസ്റ്റർ ജയരാജൻ പറഞ്ഞത്. ജയരാജേട്ടോ, കാലം മാറി. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർ, രാജ്യത്തിന്റെ ഹോം മിനിസ്റ്ററായിട്ട് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന അമിത് ഷാ വിളിച്ചു ചോദിക്കും പിണറായി വിജയനോട്, എന്താണെന്ന് അറിയുമോ? ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ശരീരത്തിൽ കത്തി കയറ്റാൻ ശ്രമിക്കുമ്പോ, ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ, കണ്ണൂരിനെ കലാപഭൂമിയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോ, ഒരു കൈയില്ലാത്ത ജയരാജേട്ടൻ വീണ്ടും അമൃതയിൽ പോയി അഡ്മിറ്റ് ആകേണ്ടി വരും. പേടിച്ചിട്ടുണ്ട്. പോയില്ലേ? 4 തവണ പോയി. ഞങ്ങൾ കണക്ക് പറയണോ? അപ്പൊ കണ്ണൂരിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, ഞങ്ങളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തും. കണ്ണൂരിലെ പിണറായി വിജയൻ, ഇവിടെ എന്താ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടി ഏത് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്? നിങ്ങൾക്ക് ജനാധിപത്യമുണ്ടോ? കണ്ണൂരിലെ പിണറായിലോ പാറപ്പുറത്തോ, അല്ലെങ്കിൽ നിങ്ങൾ മൊകേരിയിലോ എവിടെയെങ്കിലും നിങ്ങൾ 10 കൊല്ലം മുമ്പ് വേറൊരു പാർട്ടിക്ക് മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ആ നിങ്ങളാണ് വോട്ട് ചേർത്തിയതിന്റെ കഥ പറയുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി നോമിനേഷൻ കൊടുക്കാൻ പോയാൽ അവരെ അടിക്കുകയും അവർക്കെതിരെ ബോംബെറിയുകയും എലക്ഷൻ നടത്താതെ തന്നെ ജയിച്ചവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആ കണ്ണൂരിലെ ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ നേതൃത്വമാണ് ഇവിടെ സുരേഷ് ഗോപിയോട് കണക്ക് ചോദിക്കുന്നതെങ്കിൽ കണക്ക് ഞങ്ങൾ പറയാൻ പോകുന്നുണ്ട്. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാനാണ് തീരുമാനം. ആ തീരുമാനമാണ് കേരളത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചെറുപ്പക്കാരും ഗോതയിലിറങ്ങും, പ്രായമായ ആളുകളും ഗോതയിലിറങ്ങും. ഒറ്റ കാര്യമാണ് അമിത്ഷാജി പറഞ്ഞത്. എന്താണെന്ന് അറിയുമോ? കോടാനുകോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ആ കോടാനുകോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് കേരളത്തിന് ഉപയോഗപ്പെടുത്തണമെങ്കിൽ കേരളം നിയമസഭയ്ക്കകത്ത് ഒരു എളുപ്പവഴിയില്ല. എന്താണ്? MLA-മാരെ ഉണ്ടാക്കണം. അതിന് ജനങ്ങൾക്കിടയിലേക്ക് സേവകരെ പോലെ ഇറങ്ങണം എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളെ ഏറ്റെടുത്തിരിക്കുക. അതോ വീണ്ടും വരികയാണ്. ഏത്? ഒറ്റ വന്നു പോയിട്ട് 1 മാസം തികയാൻ പോകുന്നത്.
വീണ്ടും ഈ മാസം അവസാനം വരട്ടെ എന്ന്, കേരളത്തിലേക്ക് ഞാൻ വരണോ എന്ന് നമ്മുടെ അമിത്ഷാജി വിളിച്ചു ചോദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ സാഹചര്യത്തിലൂടെ കേരളത്തിന്റെ ജനാധിപത്യ സംസ്കാരവും രാഷ്ട്രീയവും പുലരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്താണ് അപ്പൊ അമിത്ഷാ വിളിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കഥയുണ്ടാക്കും. എന്താണ്? ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ കേരളത്തിലേക്ക് വിളിച്ചു. അമിത്ഷാജി ഹോം മിനിസ്റ്ററാണ്, പക്ഷേ അമിത്ഷാജി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇവിടെ നമ്മുടെ പള്ളിയിലുള്ള ഫാദർമാരെയും കന്യാസ്ത്രീ അമ്മമാരെയും ഒക്കെ പ്രകോപിപ്പിക്കാൻ സാധിക്കുമോ എന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോ ഇങ്ങനെയുള്ള സുരേഷ് ഗോപിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞത്. ഈ മടയന്മാരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ശ്രീമാൻ സുരേഷ് ഗോപിയെ പ്രൊവിൻഷ്യൽ അമ്മയെ പോലെയുള്ള ആളുകൾ വിളിച്ചപ്പോ എന്നതാ ഫോൺ വിളിച്ചേ എന്ന് പറഞ്ഞ് പത്രക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് അറിയിപ്പ് കൊടുത്തില്ല. അത് എന്ത് ചെയ്തു? വിളിച്ചു. എന്താ അമ്മയെ പറയാനുള്ളത്? കന്യാസ്ത്രീ അമ്മമാര് പറയാനുള്ളതെല്ലാം കേട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററെ വരെ ഈ കന്യാസ്ത്രീ അമ്മമാരുടെ സംഭവത്തെ അറിയിച്ചു, കണ്ടു. ഹോം മിനിസ്റ്റർ അമിത്ഷാജിയെ കണ്ടു. ഇത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഓഫീസിലേക്ക് വിളിച്ച് നിന്നോടൊക്കെ ചോദിച്ചിട്ട് വേണോ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിക്ക് കേരളത്തിലൊരു വിഷയത്തിൽ ആ വിഷയം ഇടപെട്ടുവെന്ന് നിനക്കൊക്കെ സർട്ടിഫിക്കറ്റ് തരണോ? വേണ്ട, അതിന് ആവശ്യമില്ല. എല്ലാവരുടെയും മന്ത്രി ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി, നമ്മുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് നമ്മുടെ മന്ത്രി പ്രവർത്തിക്കുന്നത്, മന്ത്രിമാർ പ്രവർത്തിക്കുന്നത്. അവർ തീർച്ചയായും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് മറ്റൊരു രാഷ്ട്രീയ കാര്യത്തിലേക്കും ഞാൻ ഈ സമയത്ത് കടക്കുന്നില്ല. ഒരുപാട് സമരം നടത്തേണ്ടി വരും. എന്താ കാര്യം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും നടത്തേണ്ടി വരും. അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മൾ ചേർത്ത വോട്ടിന്റെ കണക്ക് പറഞ്ഞ് അവര് സംഘടന ഉണ്ടാക്കാൻ ശ്രമിക്കും, അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ നമ്മളെന്ന് പറയും? നമ്മൾ പറയും ദിഗന്ധങ്ങൾ മുഴങ്ങട്ടെ, ഭൂമി കോരി തളിക്കട്ടെ, അങ്ങനെ സംഘടനാ പ്രവർത്തനത്തിന് നമ്മൾ നേതൃത്വം കൊടുക്കും. നമ്മുടെ MLA-മാർ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തേക്ക് കടന്നു പോകും. ചില ആളുകളോട് മൂക്കുകൊണ്ട് വരപ്പിക്കാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന് മാത്രം സൂചന നൽകിയിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന എന്റെ മുഴുവൻ സഹപ്രവർത്തകന്മാർക്കും എന്റെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തിയാണ് ഒരൊറ്റ കാര്യം മറന്നുപോയി. പോലീസുകാർക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേഷൻ. ഇതുപോലെ മലപ്പുറം ജില്ലയില് നമ്മുടെ ഇത് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ജസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ജസ്റ്റിൻ ഗോപുവേട്ടൻ അടികൊണ്ട പോലെ തന്നെയുള്ളൂ. ഇത്ര ഗോപുവേട്ടൻ സങ്കടപ്പെട്ടാറില്ല. കാരിരുമ്പിന്റെ കരുത്ത് ജസ്റ്റിനുണ്ട്, കാരിരുമ്പിന്റെ കരുത്തുണ്ട്. പക്ഷെ ജസ്റ്റിനെ ഞങ്ങള് കയ്യിന്റെ അടിയിൽ റോസാപ്പൂ വെച്ച് നോക്കുന്നത് പോലെ നോക്കി സംരക്ഷിക്കും. ജസ്റ്റിന് ആളുകളുണ്ട്, സഹപ്രവർത്തകന്മാരുണ്ട്, മുൻ അധ്യക്ഷന്മാര് 2 ആൾ, അനീഷ് ഉണ്ട്, നാഗേഷ് ഉണ്ട്, നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഗോപുവേട്ടനുണ്ട്, പ്രഭാരി ഉണ്ട്. പ്രഭാരി ചില്ലറക്കാരനല്ല സമരം നടത്താൻ. ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ പോലീസിന്റെ മുന്നില് ഇവിടെ കണ്ടില്ലേ ആ സമര വീര്യം. അപ്പൊ ആരും ഇവിടെ മോശക്കാരൊന്നുമില്ല. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും. ഗ്രൗണ്ട് നിങ്ങൾ ഇപ്പൊ തന്നിട്ടുണ്ട്, ഞങ്ങളെ സെഞ്ചുറി അടിക്കണോ എന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യും. അതപ്പൊ പറഞ്ഞു. ഞാൻ പോലീസിനോട് പറയുന്നത്, സഹോദര, നല്ല പോലീസായി നിന്ന നമ്മുടെ മലപ്പുറത്തെ അരുൺകുമാർ സിൻഹയുടെ അനുഭവം ഉണ്ടാകും. എന്താ അരുൺകുമാർ സിൻഹ ചെയ്തത്? ഇന്നലെ ലവ് ജിഹാദ് ഉണ്ടായി. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ അവളെ പീഡിപ്പിച്ചു കൊന്നു. ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിയുടെ ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് ഈ കരിയോയിൽ പ്രയോഗമെല്ലാം നടത്തിയിട്ടുള്ളത്. അത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല കേരളത്തിൽ. അന്ന് ഇതുപോലെ മലപ്പുറം ജില്ലയിലെ കൂമൻകൊല്ലി പാലത്തിനടിയിൽ നിന്ന് പൈപ്പ് ബോംബ് കണ്ടെടുത്തു. പൈപ്പ് ബോംബ് കണ്ടെടുത്തതിനെ കുറിച്ച് അന്നത്തെ അന്വേഷണം നടത്തിയ പോലീസ് ശ്രദ്ധിക്കണം. അന്നത്തെ SP ആണ് അരുൺകുമാർ സിൻഹ. വർഷങ്ങൾ കഴിഞ്ഞു. ഇന്ത്യ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ വന്നു. ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് സ്വാത്വികനായിട്ടുള്ള പോലീസ് ഓഫീസറായിരുന്നു. കള്ളന്മാരെ പിടിക്കും, ക്രിമിനലിനെ പിടിക്കും. ഒരു മാർക്സിസ്റ്റുകാരനെയും പേടിയില്ല, ഒരു കോൺഗ്രസിനെയും പേടിയില്ല, ഒരു BJP-കാരനെയും പേടിയില്ല. അങ്ങനെ നട്ടല്ലങ്ങനെ നിവർത്തി നിൽക്കും. അങ്ങനെ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. ആർക്കാണെന്നറിയോ? അരുൺകുമാർ സിൻഹയ്ക്ക്. മലപ്പുറം ജില്ലയിലെ അരുൺകുമാർ സിൻഹയെ
ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ തലവനാക്കി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് നരേന്ദ്രമോദിയുടെ ഫോൺ കോൾ വന്നു. അപ്പൊ തൃശ്ശൂരിൽ നരേന്ദ്രമോദി ഫാൻസ് ആയിട്ടുള്ള ഒരു പോലീസുകാരനെയും ചോദ്യം ചെയ്യേണ്ട ഇവിടുത്തെ SP അല്ലെങ്കിൽ ഉന്നതരായ പോലീസുകാര് നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല. കാരണം ആള് കാറ്റ് ട്രൗസറിട്ട് ശാഖയില് കബഡി കളിച്ച ആളാ, പിടി തരില്ല. അന്വേഷിച്ച് നടക്കണില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഈ നാടിനെ മാറ്റുമ്പോ നീതി ഞങ്ങൾക്കും വേണം. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കുള്ള ആനുകൂല്യവും ഇളവും ജനാധിപത്യം കൊടുക്കുന്നത് എന്റെ ജസ്റ്റിനും കിട്ടണം. ഇവിടുത്തെ കോൺഗ്രസിനുള്ള നീതി അത് ഞങ്ങളുടെ പ്രവർത്തകർക്കും കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഈ ബാരിക്കേഡ് പുല്ലാണ് ഞങ്ങൾക്ക് എന്ന് ഞങ്ങൾ തീരുമാനമെടുക്കും. ആ അവസ്ഥയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളോട് മോദിജി പറഞ്ഞതുപോലെ സേവികയായി ഞങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിലുണ്ടാകും എന്നും മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.